താങ്കളുടെ രക്ഷിതാവ് ആദിനെ, അതായത് ഉയർന്ന കെട്ടിടക്കാരായ ഇറമാഗോത്രം ആദിനെ കൊണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥ പറച്ചിലാണ്. ഇവിടെ ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം പണ്ട് എവിടെയോ ജീവിച്ചിരുന്നു എന്നും ആ ഗോത്രക്കാർ ഏതാണ്ട് എന്തൊക്കെയോ പാപം ചെയ്തിരുന്നു എന്നും ആ പാപം ചെയ്തപ്പോൾ അവരുടെ ഗോത്രത്തിൽ വലിയ എന്തോ പ്രകൃതി ദുരന്തം സംഭവിച്ചു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കെട്ടുകഥ അറേബ്യയിൽ ആ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ആ കെട്ടുകഥ എടുത്തിട്ട് ഇവിടെ വീശുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. ആ നാടുകളിൽ അതുപോലെയുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ആദ് എന്ന് പറയുന്ന ജനങ്ങളുടെ മാതിരിയുള്ള ജനങ്ങൾ വേറെ എവിടെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ ഇവിടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അവർ ഭയങ്കര നീളമുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് അവർ വലിയ പാറകളിൽ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അവർ വലിയ ശക്തിയുള്ളവരായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവരെപ്പോലെയുള്ള വേറെ മനുഷ്യന്മാർ ലോകത്തെവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. എന്തായാലും മുഹമ്മദ് ചെറുപ്പം മുതലേ കേട്ട് മനസ്സിലാക്കിയിരുന്ന ഏതോ ഒരു കെട്ടുകഥ എടുത്ത് വീശിയതാണ് എന്ന കാര്യമാണ് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.